നമസ്കാരം. ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യേ നമഃ. സൂതൻ ഓരോ പേരിൽ ഓരോ മന്വന്തരത്തിലും ദ്വാപരയുഗത്തിൽ വ്യാസ മഹർഷി ഓരോ പേരിൽ ജനിക്കുന്നുവെന്ന് അറിയിക്കുകയാണ്. ഈ 29ാമത്തെ ദ്വാപരം തുടങ്ങുമ്പോൾ ദ്രൗണി എന്ന പേരിൽ ജനിക്കുമെന്നും അറിയിക്കുന്നു. പിന്നെ എല്ലാവരുടെയും പേരുകൾ അറിയാനുള്ള ആഗ്രഹം അപ്പോൾ ഋഷിമാർ പറയുന്നു. അപ്പോൾ സൂതൻ ഓരോ വ്യാസന്മാരുടെയും പേരെടുത്ത് പറഞ്ഞ് മഹർഷിമാരെ അറിയിക്കുകയാണ്. അങ്ങനെ 28 പേരുകളാണ് ഇപ്പോൾ മഹർഷിമാരോട് സൂതൻ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം 34 തുടങ്ങി വായിക്കാം. ശ്ലോകം 34. കൃഷ്ണദ്വൈപായനാത് പ്രോക്തം പുരാണം ജയഥാശ്രുതം ശ്രീമദ്ഭാഗവതം പുണ്യം സർവദുഃഖൗഖനാശനം. ശ്ലോകം 35. കാമദം മോക്ഷദം ചൈവ വേദാർത്ഥപരിബൃംഹിതം സർവാഗമരസാരാമം മുമുക്ഷാണാം സദാ പ്രിയം. കൃഷ്ണദ്വൈപായനിൽ നിന്നാണ് ശ്രീമദ് ഭാഗവത പുരാണം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അത് അത്യന്തം പുണ്യവും സർവ്വദുഃഖങ്ങളെയും പാപങ്ങളെയും നശിപ്പിക്കുന്നതും സർവാഭീഷ്ടങ്ങളെയും ദാനം ചെയ്യുന്നതും മോക്ഷം നൽകുന്നതും വേദാർത്ഥങ്ങളെ വിശദീകരിച്ചിട്ടുള്ളതും വേദരസങ്ങൾക്കെല്ലാം ആരാമമായിട്ടുള്ളതും മുമുക്ഷുക്കൾക്ക് എല്ലായ്പ്പോഴും പ്രിയമായിട്ടുള്ളതും ആകുന്നു. ശ്ലോകം 36. വ്യാസേന കൃത്വാതിശുഭം പുരാണം ശുക്രായ പുത്രായ മഹാത്മനെ യത് വൈരാഗ്യയുക്തായ ച പാഠിതം വൈ വിജ്ഞായ ചൈവാരണി സംഭവായ. അത്യന്തം ശുഭപ്രദമായ ഈ പുരാണം വ്യാസൻ രചിച്ചു. പിന്നെ വൈരാഗ്യം വന്നവനും അരണിയിൽ ജനിച്ചവനും മഹാത്മാവുമായ ശുകൻ എന്ന പുത്രനെ പഠിപ്പിക്കുകയും ചെയ്തു. ശ്ലോകം 37. ശ്രുതം മയാ തത്ര തഥാ ഗൃഹീതം യഥാർത്ഥവദ് വ്യാസമുഖാൻ മുനീന്ദ്രാഃ പുരാണഗുഹ്യം സകലം സമേതം ഗുരുപ്രസാദാത് കരുണാനിധേച്ഛ. മുനീന്ദ്രന്മാരെ, അവിടെ വെച്ചങ്ങനെ ഞാൻ വ്യാസമുഖത്തു നിന്ന് നേരിട്ട് ആ കരുണാനിധിയായ ഗുരുവിൻ്റെ പ്രസാദ നിമിത്തം പുരാണഗുഹ്യമായിട്ടുള്ള സകലതും ഗ്രഹിച്ചു. ശ്ലോകം 38. സുതേന പൃഷ്ടസകലം ജഗാദ ദ്വൈപായനസ്തത്ര പുരാണഗുഹ്യം അയോനിജോനാം അദ്ഭുതബുദ്ധിനാ വൈ ശ്രുതം മയാ തത്ര മഹാപ്രഭാവം. അയോനിജനും അദ്ഭുത ബുദ്ധിമാനുമായ പുത്രൻ ചോദിച്ചതനുസരിച്ച് ദ്വൈപായനൻ പുരാണഗുഹ്യമായ സകലതും പറഞ്ഞുകൊടുത്തു. അവിടെ വെച്ച് എനിക്ക് ആ മഹത്തായ പ്രഭാവം കേൾക്കാൻ കഴിഞ്ഞു. ശ്ലോകം 39. ശ്രീമദ് ഭാഗവതാമരാഘ്രി പഫലാസ്വാദരസത്തമാഹ സംസാരാർണവദുർവിഗാഹ്യ സലിലം സന്തർത്തുകാമശുകഃ നാനാഖ്യാനരസാലയം ശ്രുതിപുടൈ പ്രേംണാ ശൃണോദ്ഭുതം തച്ഛുത്വാ ന വിമുച്യതേ കലിഭയാദേവം വിധകാക്ഷിതൗഹൗ.
ശ്രീമദ് ഭാഗവതമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ മധുനിഷ്യന്തിയായ ഫലം ആസ്വദിച്ച് അപഹൃതചിത്തനായ ശുകൻ കടക്കാൻ വിഷമമായ സംസാര സമുദ്രത്തിലെ ജലം തരണം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് നാനാരസങ്ങൾ നിറഞ്ഞ കഥകൾക്കിരിപ്പിടമായ ഏതു പുരാണത്തെ കാതോർത്ത് ഭക്തിയോടെ അത്ഭുതപൂർവം കേട്ടിരുന്നുവോ ആ പുരാണം ശ്രദ്ധയോടെ കേട്ടിട്ട് കലിഭയത്തിൽ നിന്നും മുക്തനാവാത്ത ഏതൊരുവനാണ് ഭൂമിയിലുള്ളത്. വളരെ ദീർഘമായ ഒരു വാചകമാണിത്. അത് പിരിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. ഒറ്റ വീർപ്പിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു. വളരെ നീണ്ട ഒരു സെൻറ്റൻസായിരുന്നു അത്. ശ്ലോകം 40. പാപീയാനാപി വേദധർമ്മരഹിത സ്വാചാരഹിനാശയോ വ്യാജേനാപി ശൃണോതി യ പരമിദം ശ്രീമത്പുരാണോത്തമം ഭുക്ത്വാ ഭോഗകലാപമത്ര വിപുലം ദേഹാവസാനേ ചലം യോഗി പ്രാപ്യമവാപ്നുയാത് ഭഗവതി നാമാങ്കിതം സുന്ദരം. അത്യന്തം പാപിയോ ധർമ്മനിഷ്ഠനല്ലാത്തവനോ സ്വാചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നില്ലാത്തവനോ ആരുമാവട്ടെ ഉത്തമമായ ഈ പുരാണകഥ ആത്മാർത്ഥതയില്ലാതെ കേട്ടാൽ പോലും ഇവിടെയുള്ള നാനാഭോഗങ്ങളും അനുഭവിച്ച് ദേഹം വീഴുമ്പോൾ യോഗികൾക്ക് മാത്രം എത്തിപ്പെടാവുന്നതും ഭഗവതി നാമത്താൽ വിശിഷ്ടവും സുന്ദരവും അചലവുമായ സ്ഥാനം പ്രാപിക്കുക തന്നെ ചെയ്യും. ശ്ലോകം 41. യാ നിർഗുണാ ഹരിഹരാദിഭിരപ്യലഭ്യ വിദ്യാ സദാം പ്രിയതമാഥ സമാധിഗമ്യ സാ തസ്യ ചിത്തകുഹരേ പ്രകരോതി ഭാവം യഃ സംസൃണോതി സതതം തു സദീ പുരാണം. നിർഗുണയായ ആര് ഹരൻ തുടങ്ങിയവർക്ക് പോലും അപ്രാപ്യയായിരിക്കുന്നുവോ, ആര് സജ്ജനങ്ങൾക്ക് അത്യന്തം ഇഷ്ടപ്പെട്ടവളും സമാധി കൊണ്ട് പ്രാപിക്കാവുന്നവളുമായിരിക്കുന്നുവോ, ആ ദേവി എല്ലായ്പ്പോഴും ദേവീപുരാണം ശ്രദ്ധാപൂർവം കേൾക്കുന്നവൻ്റെ ഹൃദയമുകുരത്തിൽ തൻ്റെ ഭാവത്തെ ഉറപ്പിക്കുന്നു. ശ്ലോകം 42. സംപ്രാപ്യ മാനുഷഭവം സകലാംഗയുക്തം പ്രോതം ഭവാർണ ജലോത്തരണായ കാമം സംപ്രാപ്യ വാചകമഹോ ന ശൃണോതി മൂഢഃ സോ വഞ്ചിതോത്ര വിധിനാ സുഖദം പുരാണം. സംസാരസാഗരജലം താണ്ടുവാൻ പോന്ന പൊങ്ങുതടി എന്ന വണ്ണം അംഗവൈകല്യമൊന്നുമില്ലാത്ത പൂർണ്ണ മനുഷ്യനായി ജനിച്ചിട്ടും ഭാഷ മനസ്സിലാക്കാൻ കഴിയുമെന്നിരുന്നിട്ടും ആരാണോ സുഖപ്രദമായ പുരാണം കേൾക്കാതിരിക്കുന്നത് അവൻ വിധിയാൽ വഞ്ചിക്കപ്പെട്ടവൻ തന്നെയാണ്. ശ്ലോകം 43. യപ്രാപ്യകർണയുഗളം പടുമാനുഷത്വേ രാഗീ ശൃണോതി സതതം ച പരാപവാദാൻ സർവാർത്ഥദം രസനിധിം വിബലം പുരാണം നഷ്ടക്കുതോ ന ശൃണുതേ ഭുവി മന്ദബുദ്ധി. മനുഷ്യജന്മത്തിൽ സമർത്ഥമായ 2 കാതുകൾ ലഭിച്ചിട്ടും വിഷയാസക്തൻ ഭൗതിക സുഖങ്ങളിൽ പ്രതിപത്തി തോന്നി സദാ പരാപവാദങ്ങൾ കേൾക്കുന്നു. അതുപോലെ എല്ലാ അർത്ഥങ്ങളെയും നൽകുന്നതും പരിശുദ്ധിയുള്ളതുമായ പുരാണം ഈ ലോകത്ത് എന്തുകൊണ്ട് കേൾക്കുന്നില്ല? അവൻ ബുദ്ധികെട്ടവനും നശിച്ചവനും ആണ്. മനുഷ്യജന്മം അവന് നഷ്ടമായിരിക്കുന്നു. ഇതി ശ്രീദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ 3യോധ്യായഃ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.